ലൈവിൽ ജാസ്മിനും ഗബ്രിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കൂടി ഉള്ളെങ്കിലും ജാസ്മിനെ പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അത് ഗബ്രിയോട് വളഞ്ഞ രീതിയിൽ ചോദിക്കുന്നതൊക്കെ ഉണ്ട്. ഗബ്രിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ബിഗ് ബോസ് കയറി എട്ടിൻ്റെ പണി കൊടുത്താലോ എന്ന് വിചാരിച്ചാണ് മിണ്ടാതിരിക്കുന്നത്. എന്നാലും ഗബ്രി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പുറത്തിറങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക്, പക്ഷെ നിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. നീ എന്താണെങ്കിലും നിൻ്റെ ഫാമിലി പറയുന്നത് അനുസരിക്കണം, അവരുടെ കൂടെ ഉണ്ടായിരിക്കണം നീ, ഇതാണെന്നൊക്കെയാണ് ഗബ്രി പറയുന്നത്. ഇതാണ് എനിക്കിത് ഇഷ്ടമല്ലാത്തത്. നീ ഈ അറ്റവും മൂലയും തൊടാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അറ്റവും മൂലയൊക്കെ തൊട്ടുകൊണ്ട് എന്താണ് സംഭവം, നീ പുറത്ത് വൻ നെഗറ്റീവാണ്, പുറത്തിറങ്ങിയാൽ നിൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല, നീ മറ്റേ അഫ്സലിനെ തേച്ച കാര്യവും അങ്ങനെ ചെയ്ത കാര്യം ഇങ്ങനെ തേച്ച കാര്യവും എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. നീ എന്തൊക്കെയാണ് കാണിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നിൻ്റെ നാട്ടിലേക്കും വീട്ടിലേക്കും ഒക്കെ നിനക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ജാസ്മിൻ ഇപ്പോൾ ഉള്ള കോൺഫിഡൻസും കൂടി പോകും. ഒന്നോർത്തായ പുറത്തെ കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസം കൂടി ഉള്ളല്ലോ, അറിയാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ജാസ്മിൻ അറിയണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഗബ്രി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസം ആരെയാണെന്ന്. അപ്പോൾ രശ്മിനെയും നിന്നെയും ഒരുപോലെ ആണെന്ന് പറയുന്നുണ്ട്. അതിലാരെയാണ് ഏറ്റവും കൂടുതലെന്ന് ചോദിക്കുമ്പോൾ 2 പേരെ ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട്. ഗബ്രിക്ക് പിടിക്കുന്നില്ല. എന്നാൽ നീ രശ്മിയും പറയുന്നത് വിശ്വസിച്ച് അങ്ങനെ ഇരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം രശ്മിൻ തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെയോ വേണ്ടാത്തതും വേണ്ടിയതും എല്ലാം ജാസ്മിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഗബ്രി അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇവരുടെ ഈ കോൺവെർസേഷൻ ഇങ്ങനെ നീണ്ടു പോവാണ്. അതിനിടയ്ക്ക് ജാസ്മിനാണെങ്കിൽ ഇനി 2 ദിവസം കൂടെ ഉള്ളല്ലേ, എന്നാൽ അപ്പം നോക്കാം എന്നും പറയുന്നു.